അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്, അഡ്വക്കേറ്റ് അരുൺകുമാർ പറഞ്ഞത് കേട്ടല്ലോ. കേന്ദ്ര സർക്കാർ നിരന്തരമായി അവഗണിച്ചിട്ടും സംസ്ഥാന സർക്കാർ ആവുന്നതുപോലെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ വികസനം, അതിന്റെ പട്ടികയാണ് ഇപ്പോൾ അദ്ദേഹം വിശദീകരിച്ചത്. നേരത്തെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. സ്വാഭാവികമായിട്ടും ഞാനത് പ്രതീക്ഷിച്ചതായിരുന്നു. സാധാരണ ഇത്തരം ചർച്ചകളിലെല്ലാം സംസ്ഥാനത്ത് കിടക്കുന്ന നല്ല കാര്യങ്ങളുടെ എല്ലാം ഉത്തരവാദിത്വം പൂർണ്ണമായിട്ട് പിണറായി വിജയനും മുഹമ്മദ് റിയാസിനും, എന്നാൽ അതിലുണ്ടാകുന്ന എന്തെങ്കിലും പോരായ്മയുടെ മുഴുവൻ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനും ആവുന്നത് നമ്മൾ കുറേ കാലമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പതിവാണ്. ഇപ്പോൾ നാഷണൽ ഹൈവേ വികസനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും നാഷണൽ ഹൈവേ വികസനം പൂർത്തീകരിച്ചു കഴിഞ്ഞത് റോഡുകൾ തുറന്നു കൊടുക്കുന്ന സാഹചര്യമായപ്പോൾ റീൽസ് ആണെങ്കിലും ഫ്ലെക്സ് ആണെങ്കിലും മുഹമ്മദ് റിയാസിൻ്റേതായിരുന്നു. എന്നാൽ ചില സ്ഥലങ്ങളിൽ ആ നാഷണൽ ഹൈവേയിൽ വിള്ളലുണ്ടായ സമയത്ത് അതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ട് കേന്ദ്ര സർക്കാരിനായി. എന്നതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ ധനകാര്യ പ്രതിസന്ധി, ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മോശമായിട്ടുള്ള പെർഫോമിംഗ് ആയിട്ടുള്ള ഫിസിക്കൽ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും മോശം പ്രകടനം നടത്തുന്ന സംസ്ഥാനം കേരളമാണ്. അതിൻ്റെ ഉത്തരവാദിത്തം സംസ്ഥാനത്തിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റിലെ പെശകല്ല. കേന്ദ്രം എന്തോ കിട്ടാനുള്ള പണം തരാതെ സംസ്ഥാനത്തെ ഞെരുക്കിയാണ്, ബുദ്ധിമുട്ടിക്കുകയാണെന്നുള്ള വാദം കുറേ ആയിട്ട് ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധികൾ ചർച്ചയിൽ പറയുന്നതാണ്. ഇന്നും ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടുന്ന സാഹചര്യത്തിൽ അതിനുള്ള മറുപടി അത് തന്നെയാവുമെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് ആ ഒരു കണക്ക് ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ തർക്കം ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ആ കണക്കുകൾ വായിക്കാം. അതായത് എൻ്റെ വാദം, നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയതിന് ശേഷമാണ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പണം വിഹിതമായിട്ടാണെങ്കിലും മറ്റ് ഗ്രാൻഡിൻ എയ്ഡായിട്ടാണെങ്കിലും കേരളത്തിന് കിട്ടിയിട്ടുള്ളത്. UPA സർക്കാരിൻ്റെ കാലഘട്ടവുമായി താരതമ്യം ചെയ്യുമ്പോൾ 3 ഇരട്ടി മുതൽ 4 ഇരട്ടി വരെ വർധനമാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര വിഹിതത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായതെന്നുള്ളതാണ്. 4 ഹെഡിൽ മാത്രമായിട്ട് ഞാനത് പറയാം. ഒന്ന് ടാക്സ് ഡെവല്യൂഷൻ്റെ കാര്യമാണ്, ഈ നികുതി വിഹിതത്തിൻ്റെ കാര്യമാണ്. 2004-2014 കാലത്ത് UPAയുടെ കാലഘട്ടത്തിൽ സംസ്ഥാനത്തിന് ടാക്സ് ഡെവല്യൂഷൻ മൂലം കിട്ടിയത് 46,303 കോടി രൂപയാണ്. എന്നാൽ 2014-2023 കാലഘട്ടത്തിൽ 1,50,140 കോടി രൂപയാണ് ടാക്സ് ഡെവല്യൂഷനായിട്ട് സംസ്ഥാനത്തിന് കിട്ടിയത്. അതായത് വ്യത്യാസം എന്ന് പറയുന്നത് 224% വർധനമാണ്. അതേപോലെ തന്നെ ടാക്സ് അലോക്കേഷൻ്റെ മീറ്റർ നോക്കാം. 13ാം ധനകാര്യ കമ്മീഷൻ്റെ കാലഘട്ടത്തിൽ, അതായത് 2010-2015 കാലഘട്ടത്തിൽ ടാക്സ് അലോക്കേഷൻ സംസ്ഥാനത്തിന് 45,393 കോടി രൂപയായിരുന്നു. എന്നാൽ 14ാം ധനകാര്യ കമ്മീഷൻ്റെ കാലത്തിൽ 2015-2020 കാലഘട്ടത്തിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്തിൽ 1,98,00,000 കോടി രൂപയായി സംസ്ഥാനത്തിലുള്ള ടാക്സ് അലോക്കേഷൻ. അതായത് 3 ഇരട്ടി വർധനവുണ്ടായി കേന്ദ്ര നയം മാറിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. 14ാം ധനകാര്യ കമ്മീഷൻ സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം, അത് കേരളത്തിന് മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങൾക്കുമുള്ള വിഹിതം 32% നിന്ന് സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് 42% വർദ്ധിച്ചു. ഇതിൻ്റെ ഗുണഫലം അനുഭവിച്ചിട്ടുള്ളവരാണ് കേരളം, തമിഴ്നാട്, കർണാടകം പോലെയുള്ള സംസ്ഥാനങ്ങൾ. ഗ്രാൻഡ് എയ്ഡിൻ്റെ കാര്യത്തിൽ നമുക്ക് നോക്കാം. 2004-2014 കാലത്തിൽ ഗ്രാൻഡ് എയ്ഡായിട്ട് കേരളത്തിന് കിട്ടിയത് 25,629 കോടി രൂപയാണ്. എന്നാൽ 2014-2014 കാലഘട്ടത്തിൽ ഗ്രാൻഡ് എയ്ഡായിട്ട് കേരളത്തിന് കിട്ടിയത് 1,40,40,000 കോടി രൂപയാണ്. വർധനവെന്ന് പറഞ്ഞാൽ 446% വർധനമാണ് ഗ്രാൻഡ് എയ്ഡായിട്ട് കിട്ടിയത്. ടോട്ടൽ സെൻട്രൽ ട്രാൻസ്ഫർ, കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനത്തിലേക്ക് മൊത്തമായിട്ട് വന്നിട്ടുള്ള പണത്തിൻ്റെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2004-2014 കാലഘട്ടത്തിൽ കേരളത്തിലേക്കുള്ള ടോട്ടൽ സെൻട്രൽ ട്രാൻസ്ഫർ 72,000 കോടി രൂപയായിരുന്നെങ്കിൽ 2014-2024 കാലഘട്ടത്തിൽ ടോട്ടൽ സെൻട്രൽ ട്രാൻസ്ഫർ 2,93,257 കോടി രൂപയാണ്. 4 ഇരട്ടി വർധനമാണ്. 72,000 കോടിയിൽ നിന്ന് 2,93,000 കോടിയിലേക്കാണ് വർദ്ധിക്കുന്നത്. റവന്യൂ ഡെഫിസിറ്റ് 2021-22 കാലഘട്ടത്തിൽ മാത്രം 4,972 കോടി രൂപ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റവന്യൂ ഡെഫിസിറ്റ് ഫണ്ട് കിട്ടിയിട്ടുള്ള സംസ്ഥാനം കേരളമായി മാറി. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഈ ചർച്ചയിൽ തന്നെ ബഹുമാനപ്പെട്ട N. ഷംസുദ്ദീൻ പറയുകയുണ്ടായി, 60,000 കോടി രൂപയുടെ നാഷണൽ ഹൈവേ വികസനത്തിൽ 55,000 കോടി രൂപയും കേന്ദ്ര സർക്കാരാണ് വഹിച്ചത്. ഇങ്ങനെ ഓരോ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യം എടുത്ത് നോക്കിയാലും അവിടുത്തെ സെൻട്രൽ അലോക്കേഷൻ എങ്ങനെയാണ്. ഇനി വ്യക്തിപരമായിട്ട് ആളുകളുടെ അക്കൗണ്ടിലേക്ക് വന്ന പൈസ, അത് ഞാൻ ഈ കണക്കിൽ പെടുത്തിയിട്ടേ ഇല്ല. ഇത് സംസ്ഥാനത്തിന് വിഹിതമായി കൊടുത്ത പൈസ മാത്രമാണ്. അതായത് ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ പദ്ധതികൾ, കിസാൻ സമ്മാൻ നിധി പ്രകാരം രാജ്യത്ത് ഏതാണ്ട് 3 കോടി കർഷകന്മാർക്ക് അക്കൗണ്ടിലേക്ക് 6,000 രൂപ ഗവൺമെന്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3 ലക്ഷം കോടി രൂപ സെൻട്രൽ ഗവൺമെന്റ് ഡയറക്റ്റ് ബെനിഫിഷ്യറി ട്രാൻസ്ഫർ ആയിട്ട്. ശങ്കുട്ടിദാസ്, ഈ വലിയ കണക്കുകൾ താങ്കൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കപ്പെട്ടപ്പോൾ ഘട്ടത്തിലൊന്നും ഈ പറഞ്ഞ മറുപടി ഇവിടുത്തെ MP-മാർക്ക് കിട്ടിയിട്ടില്ലല്ലോ. പകരം സുരേഷ് ഗോപി എന്താണ് കാണിച്ചത്, എന്താംഗ്യമായിരുന്നു കാണിച്ചതെന്ന് ഓർമ്മയുണ്ടല്ലോ. നോക്കൂ ശ്രീമതി സ്മൃതി, ഞാൻ ശൂന്യതയിൽ നിന്ന് എടുത്തുകൊണ്ട് പറയല്ല. ഇത് ശ്രീമതി നിർമ്മല സീതാരാമൻ, ഇത് ഇവിടെ പറയുന്ന ഈ കണക്ക് പാർലമെന്റിൽ ആ രൂപത്തിൽ മറുപടിയായി കിട്ടിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ്.
ശ്രീമതി നിർമ്മല സീതാരാമൻ തന്നെ പാർലമെന്റിൽ വിശദീകരിച്ചിട്ടുള്ള പാർലമെന്റിലെ ആൻസറിൽ നിന്നാണ് ഞാൻ ഈ ഉത്തരങ്ങൾ എടുത്തിട്ടുള്ളത്. അതായത് ഞാൻ പറയുന്നത് ടാക്സ് ഡെവല്യൂഷൻ, ടാക്സ് അലോക്കേഷൻ, സർജ് ഇൻ സെൻട്രൽ ഗവൺമെന്റ് എയ്ഡ്, അതേപോലെ തന്നെ ടോട്ടൽ സെൻട്രൽ ട്രാൻസ്ഫർ, ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്നിങ്ങനെ ഏത് ഹെഡിൽ നോക്കിയാലും സംസ്ഥാനത്തിന് 2004-2014 കാലഘട്ടത്തിൽ കിട്ടിയിട്ടുള്ള ഫണ്ടിന്റെ 4 ഇരട്ടിയോളമാണ് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിന് ശേഷം കിട്ടിയിട്ടുള്ളത്. അതായത് വന്നിട്ടുള്ള പണത്തിന്റെ തോത് അത്രയേറെ വർദ്ധിച്ചിട്ടുണ്ട്. 2,93,000 കോടി രൂപ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ സംഭവിക്കുന്ന സംസ്ഥാനത്തിന്റെ കെടുകാര്യസ്ഥത ഞാൻ മുഴുവൻ പറഞ്ഞിട്ട് അദ്ദേഹം ഇടപെട്ടു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്ക് എനിക്ക് മറുപടി പറയണ്ട. അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ കേട്ടിരുന്നത് അതിലൊന്നും എനിക്ക് വിമർശനം ഇല്ലാത്തത് കൊണ്ടല്ല, ആ കാര്യത്തിൽ എനിക്കും മറുപടി പറയാം. ഇവിടെ സംസ്ഥാനത്തിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് നോക്കൂ. സംസ്ഥാനത്തിൻ്റെ വളരെ തെറ്റായിട്ടുള്ള ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണ്. ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ പറയാം. അപ്പോൾ നമ്മുടെ പബ്ലിക് ഡെപ്റ്റ്, നമ്മുടെ പൊതുകടം എന്ന് പറയുന്നത് ഇവർ പ്രകടനം മെച്ചപ്പെടുത്തി എന്ന് പറയുന്നുണ്ടല്ലോ. എവിടെയാണ് ഇവരുടെ പ്രകടനം മെച്ചപ്പെടുത്തിയത്? അതായത് 2014 1,25,000 കോടിയായിരുന്ന സംസ്ഥാനത്തിൻ്റെ പൊതുകടം നമ്മൾ 2024 വന്ന് നിൽക്കുമ്പോൾ 3.5 ലക്ഷം കോടിയായിട്ട് കൂടി. ഏതാണ്ട് 3 ഇരട്ടിയായിട്ട് നമ്മുടെ പൊതുകടം കൂടി. ഈ പൊതുകടം എന്ന് പറയുന്നത് ഡെപ്റ്റ് ടു GSDP റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 36.9% നമ്മുടെ പൊതുകടത്തിൻ്റെ ഈ GSDPയും ഡെപ്റ്റും തമ്മിലുള്ള റേഷ്യോ. സംസ്ഥാനത്തിൻ്റെ മുന്നോട്ട് വെച്ചിട്ടുള്ള എക്സ്പെൻഡിച്ചർ ഡിസിപ്ലിൻ ടാർഗറ്റ് പ്രകാരം 28.5% മുകളിൽ കൂടാൻ പാടില്ല എന്ന് പറയുന്ന ഈ റേഷ്യോ ആണ് നമ്മൾ 37% എത്തി നിൽക്കുന്നത്. ഇത് 31.4% 2014-2015. അവിടെ നിന്ന് ഇവിടേക്ക് എത്തി നിൽക്കുകയാണ്. നീതി ആയോഗിൻ്റെ ഫിസിക്കൽ ഹെൽത്ത് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ തന്നെ പ്രധാന 18 സംസ്ഥാനങ്ങളിലെ ഏറ്റവും മോശം പ്രകടനം നടത്തുന്ന സംസ്ഥാനമാണ് കേരളം. അതായത് 15ാം സ്ഥാനമാണ് 18 സംസ്ഥാനങ്ങളിൽ കേരളത്തിന് കിട്ടിയിട്ടുള്ളത്. പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളുടെ മൊത്തം എടുത്തു കഴിഞ്ഞാൽ ആസ്പിറേഷണൽ കാറ്റഗറിയിൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടാണ് കേരളം നിൽക്കുന്നത്. ക്വാളിറ്റി ഓഫ് എക്സ്പെൻഡിച്ചറിൻ്റെ കാര്യത്തിൽ ഏറ്റവും താഴെയാണ് കേരളം നിൽക്കുന്നത്. കേരളത്തിൻ്റെ ക്വാളിറ്റി ഓഫ് എക്സ്പെൻഡിച്ചർ എന്താണ്? 63.9% മൊത്തം എക്സ്പെൻഡിച്ചർ നടത്തുന്നത് സാലറി, പെൻഷൻ, ഇൻട്രസ്റ്റ് എന്നീ തലങ്ങളിലാണ്. ശമ്പളം, പെൻഷൻ, എടുത്തിട്ടുള്ള കടത്തിൻ്റെ പലിശ എന്നുള്ള നിരക്കിലാണ്. ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റുകൾക്ക് വേണ്ടി 8.8% മാത്രമാണ് സംസ്ഥാനം നീക്കിവെക്കുന്നത്. ഇത് ഏറ്റവും വിപരീതമായിട്ടുള്ള സാമ്പത്തിക മാനേജ്മെൻറ്റാണ്. 2021-22 കാലഘട്ടത്തിൽ 12.9% ഉണ്ടായിരുന്ന നമ്മുടെ വളർച്ചാ നിരക്ക് 2023-24 ആയപ്പോൾ 6.6% കുറഞ്ഞു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മോശം വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തുന്ന സംസ്ഥാനമാണ്. നാഷണൽ ആവറേജ് എന്ന് പറയുന്നത് 7.2% ആണ്. മറ്റെല്ലാ സംസ്ഥാനങ്ങളും ഇപ്പം നിങ്ങൾ കുറേ കാലമായിട്ട് നീതി ആയോഗിൻ്റെയും മറ്റ് ഇൻഡെക്സുകളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഏത് ഇൻഡെക്സും, ഞാൻ ഈ ചർച്ചയിൽ അരുൺകുമാറിനെ വെല്ലുവിളിക്കുകയാണ്, ഏത് ഇൻഡെക്സ് പ്രകാരവും കഴിഞ്ഞ 10 കൊല്ലത്തിൽ കേരളത്തിൻ്റെ പ്രകടനം താഴേത്തേക്കാണ് പോയത്. അത് പൊതുവിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, ഹെൽത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, ഹയർ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലായിക്കോട്ടെ, മൈഗ്രേഷൻ റേറ്റിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, ഏത് ഇൻഡെക്സ് എടുത്തു കഴിഞ്ഞാലും കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കേരളത്തിൻ്റെ പ്രകടനം താഴേക്കാണ് പോയത്. ഇതിനെല്ലാത്തിനും നിങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ കുറ്റം പറഞ്ഞുകൊണ്ട് എല്ലാ കാലത്തും കൈ ഒഴിയാൻ കഴിയില്ല എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളൂ. Debate with Smriti Parittikad.